ഗായ്സ്, അങ്ങനെ നമ്മൾ വയനാട് എത്തിയിരിക്കുന്നു. വയനാട് കേരളത്തിൽ യാത്ര ചെയ്യാൻ പറ്റിയത് ഒന്ന് ഇടുക്കി അല്ലെങ്കിൽ വയനാടാണ്. നമ്മളിപ്പോൾ തുഷാരഗിരി വാട്ടർഫോളിന്റെ തൊട്ടടുത്താണുള്ളത്. നമുക്ക് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് ഒരു 100 മീറ്റർ സഞ്ചരിക്കാം. ആദ്യം CD ഡിലക്സ് എടുക്കാനായിരുന്നു പ്ലാന്. പിന്നെ ഡിയോ തന്നെ മാറ്റി. നമുക്ക് ഒരുപാട് സാധനം ഹോൾഡ് ചെയ്യേണ്ടിയിരുന്നു. അപ്പൊ ഗായ്സ്, എന്തല്ല ഇന്ന് നമ്മള് ഈ കൊടും ചൂടുള്ള ഈ സമയത്ത് ഇപ്പോൾ കേരളത്തിൽ യാത്ര ചെയ്യാൻ പറ്റിയത് ഒന്ന് ഇടുക്കി അല്ലെങ്കിൽ വയനാടാണ്. അപ്പോൾ ഇന്ന് ഞാനും പിന്നെ ശ്രീഹരി ബ്രോയും കൂടെ പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിലെ 900 കണ്ടി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. മാത്രമല്ല അവിടുത്തെ ക്ലൈമറ്റിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം. നമ്മൾ പോകുന്നത് ഇവൻ്റെ വെപ്പമല്ല കേട്ടോ, നമ്മളീ കാറിലല്ല. ഇന്നൊരു ഇന്ന് നമ്മളൊരു പ്രത്യേക ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഞങ്ങൾ പോകുന്നത് ഇവിടെ വയനാട്ടിലേക്കാണ്. ഓയിലൊന്നും ചേഞ്ച് ആക്കിയിട്ടില്ല. ആദ്യം CD ഡിലക്സ് എടുക്കാനായിരുന്നു പ്ലാന്. പിന്നെ ഡിയോ തന്നെ മാറ്റി. നമുക്ക് ഒരുപാട് സാധനം ഹോൾഡ് ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ അത് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഡിയോ തന്നെ പറ്റുള്ളൂ. പിന്നെ മഴേൻ്റെ ടൈമാണ്. ഡിയോൻ്റെ അടുത്ത് ഇനി ഓയിൽ ചേഞ്ച് മാറ്റുക, ഫുഡടിക്കുക, കയറുക. ഈ നല്ല ചൂടുള്ള സമയമാണ്, ഹെവി ചൂടുള്ള സമയമാണ്. എന്താവും എങ്ങനെയാണെന്ന് അറിയില്ല. വയനാട് പോയിട്ട് വയനാട്ടിലത്തെ ക്ലൈമറ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ പിന്നെ താമരശ്ശേരി എത്തിയിട്ടുണ്ട്. പാലാപ്പറമ്പ് ഹൈവേ വഴിയാണ് ഞങ്ങൾ വരാറ്. പ്രാവശ്യം വഴിയൊന്ന് മാറ്റി പിടിച്ച്. അപ്പോൾ ഈ താമരശ്ശേരി പമ്പിലെത്തിയിട്ട് കേട്ടോ. ഇപ്പോൾ ഈ നെക്സ്റ്റ് നേരെ നമ്മുടെ എൻട്രൻസ് ഓഫ് വൈത്തിരി, വയനാട്ടിലേക്കുള്ള എൻട്രൻസ് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇനി പോവല്ലേ ഗായ്സ്, അങ്ങനെ നമ്മൾ വയനാട് എത്തിയിരിക്കുന്നു. വയനാട് ചുരം കയറിയിട്ടില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ തുഷാരഗിരി ഉണ്ട്. നമ്മൾ ഒരുപാട് തവണ ഇവിടേക്ക് വന്നതാണ്. എങ്കിലും ഈ വേനൽ സമയത്ത് ഈ പൊരിഞ്ഞ ചൂടുള്ള ഈ ഭയങ്കരമായ ചൂടുള്ള ഈ സമയത്ത് ഞാനും ശ്രീഹരിയും കൂടെ വയനാട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് കരുതി. ഇപ്പൊ നമ്മള് തുഷാരഗിരി വാട്ടർഫോൾ എത്തുന്നതിന് മുന്നേ ഒരു ചെറിയ പാലം കേട്ടോ. ആ പാലത്തിന്റെ ഫ്രണ്ടിലാണ്. ഇവിടെ നല്ല അടിപൊളി ഒരു പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് തവണ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ സിപ്പ് ലൈൻ ആണ് കേട്ടോ. മുകളിൽ സിപ്പ് ലൈൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആ സൈഡിൽ ഇവിടെ കണ്ടോ മേലെ അവിടെയാണ് പിന്നെ എൻഡ് ചെയ്യുന്ന രീതി. അപ്പോൾ ഇത് വാട്ടർഫോൾസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആദ്യം വിചാരിച്ചത് തീരെ വെള്ളം ഇല്ല എന്ന് തന്നെയാണ്. പക്ഷെ ചെറിയ രീതിയിലുള്ള വെള്ളം കിട്ടാം. ഇനി നമുക്ക് ആ സൈഡിൽ നിന്ന് പോയി നോക്കാം. ഇവിടെ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. ശ്രീര ഇവിടെ എല്ലാ കിടിലൻ വ്യൂ ആണ്. നമ്മളിപ്പോൾ തുഷാരഗിരി വാട്ടർഫോളിന്റെ തൊട്ടടുത്താണുള്ളത്. നമുക്ക് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് ഒരു 100 മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ തുഷാരഗിരി വാട്ടർഫോൾ എത്തി. ഇപ്പൊ നമ്മൾ അതിന്റെ തൊട്ട് മുന്നോട്ടുള്ള പാലത്തിന്റെ മുകളിലാണ്. ഇവിടെ കിടിലൻ വ്യൂ ആണ്, കിടിലൻ ഒരു രക്ഷയില്ലാത്ത വ്യൂ. അപ്പൊ നമുക്ക് അവിടേക്ക് പോവാം. അങ്ങനെ നമ്മൾ കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ താഴെയുള്ള തുഷാരഗിരി വാട്ടർഫോളിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ലിക്കർ, പ്ലാസ്റ്റിക് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. സ്റ്റേഴ്സിനുള്ളൊരു ഗൈഡ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല വെള്ളപ്പാച്ചിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തുടങ്ങിയുള്ള ഒരുപാട് സംഗതികളുണ്ട്. അവിടെ ശരിയാ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ പെട്ടെന്ന് വരില്ല ഈ വെള്ളച്ചാട്ടത്തിലേക്ക്, ഇതേപോലുള്ള വഴികളിലൊക്കെ. അപ്പോൾ അവർ എടുക്കേണ്ട ഒരു മുൻകരുതലൊക്കെ എന്നുള്ള നിലയ്ക്ക് എന്താ എൻ്റെ അഭിപ്രായം? എന്തൊക്കെ ചെയ്യേണ്ടത്? വെള്ളച്ചാട്ടം വരുമ്പോൾ പെട്ടെന്ന് ചാടി ഇറങ്ങിയതില്ലേ? ഇറങ്ങാൻ പാടില്ല, പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ഇറങ്ങാൻ പാടില്ല. സംഭവം കൃത്യമായിട്ട് റൂൾസ് നോക്കിയിട്ട് വേണം ഇറങ്ങാൻ. ഇവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ടിക്കറ്റ് കൗണ്ടർ കാണുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഇനി മുന്നോട്ട് പോവാം. ഒരാൾക്ക് 40 രൂപ ടിക്കറ്റ്, കുട്ടികൾക്ക് 20 രൂപ, ഫോറിനേഴ്സിന് 100 റുപ്പീസ്. കായാമ്പൂ മരം. അങ്ങനെ നമ്മളെ 3 വെള്ളച്ചാട്ടങ്ങളുണ്ടോ തുഷാരഗിരി. അത്ര ഇവര് മേലെ പോകണം. കാഴ്ച ഇതാണ് വെള്ളച്ചാട്ടത്തിന്റെ ഒരു ലോങ് വ്യൂ. വെള്ളം കുറവാണല്ലോ, വെള്ളം കുറവാണോ? പക്ഷെ ഇതിവിടെ ഏതോ പ്രാവശ്യം ഒരു വീഡിയോ ഉണ്ടല്ലോ, ആളുകൾ കുളിക്കണേ.
പിന്നെ ആ സമയത്ത് എല്ലാവരും കുളിക്കുന്നത് പെട്ടെന്ന് കാണാൻ അതിന്റെ വെള്ളം ഡബിൾ എഫക്റ്റിലാണ്ട് വരും. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഓടും. വെള്ളം പൊതുവെ കുറവാണ്. പിന്നെ നമുക്ക് ഒരാൾക്ക് വരുന്നത് 40 രൂപയാണ് ടിക്കറ്റ്, 40 രൂപ. ഇവിടെ 3 വെള്ളച്ചാട്ടങ്ങളുണ്ട്. രണ്ടാമത്തെ മൂന്നാമത്തെ അത്യാവശ്യം നല്ല ട്രക്കിങ് ചെയ്തിട്ട് വേണം മേലേക്ക് എത്താൻ. മുന്നേ ഞങ്ങൾ പോയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ പോകുന്നില്ല. നമുക്കിപ്പോൾ അടുത്ത സ്പോട്ട് കവർ ചെയ്യാം. 900 കണ്ടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പോകാം. ഒരു കുക്കുവരാണോ, നല്ല രസമല്ലേ, നല്ല രസമുണ്ട്. മറ്റേ ബെയിലി പാലത്തിനെ പോലെ ഈ ഫസ്റ്റ് വാട്ടർഫോളിന്റെ തൊട്ടടുത്തേക്ക് നമുക്ക് ഈ പാലം കടന്നിട്ട് വേറൊരു വഴി ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ പോയി നോക്കാം. ഇവിടെ കുറെ ആളുകൾ കുളിക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഏർമാടൊക്കെ ഉണ്ട് കേട്ടോ. ഏർമാടല്ല, ചെറിയ മുളട്ടായിട്ടുള്ള, പക്ഷെ അതൊക്കെ മെയിൻ്റനൻസ് ഇല്ല. ഇതൊക്കെ പൊളിഞ്ഞിട്ടുണ്ടല്ലോടാ. നിൽക്കാൻ